ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 28 ശ്ലോകം 10. പാലാഴി മഥനം അവസാനിക്കാറായി. പാലാഴിയിൽ നിന്നും വന്നിട്ടുള്ള ദിവ്യങ്ങളായിട്ടുള്ള വസ്തുക്കൾ എല്ലാം തന്നെ ഭഗവാൻ യോഗ്യതയ്ക്കനുസരിച്ച് ദേവന്മാർക്കും അസുരന്മാർക്കുമായിട്ട് നൽകി. അപ്പോൾ ഭഗവാന് പക്ഷപാതമില്ലേ എന്നൊരിക്കലും തോന്നരുത്. ഭഗവാൻ അങ്ങനെയില്ല, എല്ലാവരോടും സമദൃഷ്ടിയാണ് എന്ന് പലതവണ നമ്മൾ കണ്ടതാണ്. നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് പിറന്നാൾ സമ്മാനം വാങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടിയായിക്കോട്ടെ, ചിലർക്ക് പാവയായിരിക്കും ഇഷ്ടം, ചില കുട്ടികൾക്ക് കളിക്കാനുള്ള വണ്ടികളായിരിക്കും, ചിലർക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള സെറ്റായിരിക്കും ഇഷ്ടം, ചില കുട്ടികൾക്ക് പുസ്തകങ്ങളായിരിക്കും. അപ്പോൾ ഈ പുസ്തകം ഇഷ്ടമുള്ള കുട്ടിക്ക് പാവ കൊണ്ടു കൊടുത്താൽ അത് നല്ലത് തന്നെയാണ്, പക്ഷെ അതിന് ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് അവരവർക്ക് വേണ്ടത് ഭഗവാൻ കൊടുക്കുകയാണ്. ഹിരണ്യകശിപു അസുരനായിരുന്നുവെങ്കിലും ഭഗവാനിലേക്ക് തിരിയാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു. സ്വന്തം മകൻ തന്നെ എത്രയോ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ അതൊന്നും നോക്കാൻ ആ അസുരബുദ്ധിക്ക് സാധിക്കില്ല. അസുര സ്വഭാവം ഏറി നിൽക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ദേവന്മാർക്കുള്ളത് ദേവന്മാർക്കും അസുരന്മാർക്കുള്ളത് മഹാബലിക്ക് ഉച്ചൈശ്രവസ് കൊടുത്തില്ലേ. കാരണം മഹാബലി വ്യത്യസ്തനാണ്, അസുര സ്വഭാവമൊക്കെ കുറവാണ്, വലിയ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് കുതിരയെ പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നപ്പോൾ അത് നേരെ അസുരനാണോ എന്നൊന്നും നോക്കാതെ മഹാബലിക്കാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ മധ്യദേവതയായിട്ടുള്ള വാരുണിയെ അസുരന്മാർക്ക് കൊടുത്തത്. അല്ലാതെ അവരോട് ദേഷ്യം ഉണ്ടായിട്ടോ അവർ നശിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല എന്ന് നമ്മളുടെ മനസ്സിലുണ്ടാവണം. അതിനുശേഷം ഈ ശ്ലോകത്തിൽ പറയുന്നത് ധന്വന്തരിയുടെ അവതാരമാണ്. പാലാഴിയുടെ ഓളങ്ങളിൽ നിന്നും എങ്ങും ചുറ്റുഭാഗവും പ്രഭ വിതറിക്കൊണ്ട് ഒരു അത്ഭുത പുരുഷൻ പൊങ്ങി വരികയാണ്. ഭഗവാന്റെ ധന്വന്തരി അവതാരം മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ്. സകല ആയുർവേദ ആചാര്യന്മാരും പൂജിക്കുന്ന ധന്വന്തരി വിഗ്രഹം ഇതാണ്. ഈ ആയുർവേദ ആചാര്യന്മാരൊക്കെ പണ്ട് അവരുടെ ഈ പഠിപ്പ് കഴിഞ്ഞാൽ 41 ദിവസം ധന്വന്തരി വ്രതം ഇരിക്കൂത്രേ. അപ്പോൾ അങ്ങനെയുള്ള ആ അമൃത കലശം സർവ്വരോഗ നിവാരിണിയാണ്. അതിനെ കയ്യിലെടുത്തിട്ടാണ് ഈ അത്ഭുത പുരുഷൻ വരുന്നത്. 10ാമത്തെ ശ്ലോകം. തരുണാംബുദ സുന്ദരസ്തദാത്വം നനു ധന്വന്തരിരുദ്ധിതോ അംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹര മാരുതാലയേശ. ഭട്ടതിരിപ്പാട് ഓരോ ദശകത്തിൻ്റെയും അവസാനം എൻ്റെ രോഗങ്ങൾ മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പറയും. ഇവിടെ അത് ഏറ്റവും ഉചിതമാണ്. അമൃത കലശം കയ്യിലുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ, അവിടത്തോടല്ലാതെ ആരോടാണ് ഞാൻ പറയുക എന്നുള്ള ഒരു ഭാവം കൂടിയും ഈ ശ്ലോകത്തിലുണ്ട്. നമുക്ക് അർത്ഥം നോക്കാം. മാരുതാലയേശ, എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണുന്ന ആ ഭഗവാനെ ഗുരുവായൂരപ്പ. തഥാ, ആ സമയത്ത് എല്ലാവരും ഓരോന്നൊക്കെ ലഭിച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടി സന്തുഷ്ടരായിരിക്കുകയാണ്. എന്താണ് അമൃത കലശം വരാത്തത് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് വീണ്ടും അസുരന്മാരും ദേവന്മാരും ഉത്സാഹത്തോടു കൂടി പാലാഴി മഥനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തരുണാംബുദ സുന്ദര, പുതിയ തരുണം എന്ന് പറഞ്ഞാൽ നവയൗവനം, അപ്പം ഉണ്ടായിട്ടേ ഉള്ളൂ എന്നതുപോലെ തിളങ്ങി നിൽക്കുന്ന കാർമേഘം പോലെ സുന്ദരനായവനും കരാഭ്യാം കലശേ, 2 കൈകൾ കൊണ്ടും പിടിച്ചിട്ടുള്ള ആ കലശത്തിൽ ഒരു കുടം, ഒരു പാത്രം, അതിൽ അമൃതം വഹൻ, ഇത്ര കാലം കാത്തിരുന്ന ആ അമൃതിനെ വഹിച്ചുകൊണ്ട് അംബുരാശേ, സമുദ്രപ്പരപ്പിൽ നിന്നും ഉദ്ധിത ഉയർന്നു വന്നു. ധന്വന്തരി ത്വം, അങ്ങ് തന്നെയല്ലേ അന്ന് ധന്വന്തരിയായി ഉയർന്നു വന്നത്. അങ്ങനെയുള്ള ഭഗവാനെ അഖില ആർത്തിം ഹര,
എൻ്റെ എല്ലാ ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളും ക്ലേശങ്ങളും നേരെ ഇരുന്ന് എനിക്ക് നോക്കാൻ പോലും വയ്യ. ആ സ്ഥിതിയൊക്കെ മാറ്റി അമൃത് കഴിച്ചവനെ പോലെ എന്നെയും ഊർജ്ജസ്വലനാക്കണേ, എൻ്റെ ക്ലേശങ്ങളൊക്കെയും അവിടെ നിന്ന് മാറ്റിത്തരണേ എന്നാണ്. പുതിയ മേഘം പോലെ ശ്യാമള നിറം, കയ്യിൽ കലശത്തിൽ അല്ലെങ്കിൽ കുടത്തിൽ അമൃത് വഹിക്കുന്നവനുമായ ധന്വന്തരിയായ മഹാവിഷ്ണു പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നു. വിഷ്ണു ഭഗവാൻ തന്നെയാണ് ധന്വന്തരി. ഭഗവാൻ വിഷ്ണു എങ്ങും വ്യാപിച്ച് നിൽക്കുന്നവനാണല്ലോ. സകല വൈദ്യന്മാർക്കും ആചാര്യൻ, സ്വർഗത്തിലെ വൈദ്യൻ, ആദിവൈദ്യൻ ഒക്കെയാണ് ഈ ധന്വന്തരി. ആദ്യം ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുള്ളതും ഈ ധന്വന്തരി തന്നെയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ ഉള്ള ആ വൈദ്യനോടാകുമ്പോൾ രോഗത്തിൻ്റെ കാര്യമൊക്കെ പ്രത്യേകിച്ചും പറയാലോ. അതാണ് എൻ്റെ സകല രോഗങ്ങളും ക്ലേശങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പറയുന്നത്. ധന്വന്തരി ഭഗവാന്റെ ഒരു ധ്യാനമന്ത്രമുണ്ട്, അതൊന്ന് ചൊല്ലാം. ചക്രം ശംഖം ജളൂകാം ദധതമൃതകുംഭം ചതുർഭിശ്ചതുർഭി സൂക്ഷ്മസ്വച്ഛാതിഹൃദ്യാം ശുകം അതിവിലസൻ മൗലിം അംഭോജനേത്രം കാളാംബോധ ഉജ്ജ്വലാംഗം കടിതടവിലസച്ചാരുപീതാംബരാഢ്യം വന്ദേ ധന്വന്തരിം തം നിഖിലഗതവന പ്രൗഢദാവാഗ്നിലീലം. ഈ മന്ത്രത്തിലെ ഭഗവാന്റെ ഒരു വിശേഷണം ഇങ്ങനെയാണ്: നിഖിലഗതവന പ്രൗഢദാവാഗ്നിലീലം. സകല ദുഃഖ രോഗ ദുരിതങ്ങൾ ആകുന്ന നിബിഡമായ വനത്തിൽ പെട്ടിരിക്കുകയാണ് ഞാൻ. അവിടെ നിന്ന് എന്നെ രക്ഷിക്കണം. ഈ നിബിഡ വനത്തെ ഇല്ലാതാക്കുന്ന ദാവാഗ്നിയാണ്, കാട്ടുതീയാണ് അവിടെ നിന്ന്. അതുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഭഗവാന്റെ ചാരുവായിട്ടുള്ള രൂപങ്ങളും ആഭരണങ്ങളും ആയുധങ്ങളും ഒക്കെ വർണ്ണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്ന മറ്റൊരു മന്ത്രമുണ്ട്: ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ. അതുപോലെ തന്നെ നല്ലതാണ്, വിശേഷപ്പെട്ടതാണ് ഈ 28ാമത്തെ ദശകത്തിലെ 10ാമത്തെ ശ്ലോകം. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ശ്ലോകവും അത് മാത്രം ജപിക്കുന്നവരും ഉണ്ട് രോഗശാന്തിക്കായിട്ട്. തരുണാംബുദ സുന്ദരസ്തദാത്വം നനു ധന്വന്തരിരുദ്ധിതോംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹര മാരുതാലയേശ എന്ന് നിത്യവും ചൊല്ലാവുന്നത് തന്നെയാണ്. തത്വത്തിൻ്റെ നിലയിൽ പറയുകയാണെങ്കിൽ പാലാഴി അനന്തതയാണ്. ഭഗവാനെ ചിന്തിക്കുന്നതിലൂടെ, നിരന്തരം ധ്യാനിക്കുന്നതിലൂടെ, ഏകാഗ്രമായ ഭക്തിയോടുകൂടി ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ രാവിലെ നേരത്തെയൊക്കെ എഴുന്നേറ്റ് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സും അതിലെ ചിന്തകളും, അതല്ലേ നമ്മളുടെ ശത്രുക്കൾ, അതൊക്കെ ഇല്ലാതാകും. അനശ്വരമായിട്ടുള്ള ആ ആനന്ദാവസ്ഥ നമുക്കും കൈവരും. അത് തന്നെയാണ് അമൃത ബിന്ദുക്കൾ തന്നെയാണ് അങ്ങനെ ലഭിക്കുക. നമ്മളുടെ പ്രാരബ്ധം കൊണ്ട് പ്രയാസങ്ങൾ പലതരത്തിൽ വരാതിരിക്കില്ല, അതൊക്കെ വന്നോട്ടെ. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ, സകല ദുഃഖങ്ങളും ക്ലേശങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ, നമ്മളെ ബാധിക്കാതിരിക്കാൻ ആ അമൃതാവസ്ഥ നമ്മളെ സഹായിക്കും. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ വിഷ്ണു നമ്മളെ, ഈ ദേവന്മാരെ സഹായിച്ചതുപോലെ തന്നെ നമ്മളെ സഹായിക്കും. നമുക്കതിന് ആഗ്രഹം ഉണ്ടാവണം, നമ്മളതിനായിട്ട് പരിശ്രമിക്കണം. അപ്പോൾ മോക്ഷം കിട്ടും. മരിച്ചിട്ട് കിട്ടുന്ന മോക്ഷമല്ല, ജീവൻ മുക്തി, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷം കിട്ടും. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ജീവിക്കാൻ ഭഗവാൻ നമ്മളെ സഹായിക്കും. അതിന് നമ്മൾ താമസ ബുദ്ധി ആദ്യം കളയണം, പിന്നെ രാജസത്തിൽ നിന്നും ഉയരണം. ശുദ്ധ സാത്വിക ബുദ്ധിയോടുകൂടി ആരെയും വേദനിപ്പിക്കാതെ എല്ലാവർക്കും കഴിയുന്ന വിധത്തിൽ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത്
സത്യത്തിനും ധർമ്മത്തിനും അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഭഗവാനിലേക്ക് തിരിയുകയേ വേണ്ടൂ. അതിന് കുലമോ ജാതിയോ അവസ്ഥയോ ഒന്നും ഒരു പ്രശ്നമല്ല. ആ ഒരു കാര്യം നമുക്ക് ഈ ശ്ലോകം വഴി തെളിയിച്ചു തരട്ടെ. ശ്ലോകം ഒന്നും കൂടി വായിക്കാം. തരുണാംബുദസുന്ദരസ്തദാ ത്വം നനു ധന്വന്തരിരുദ്ധിതോംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹര മാരുതാലയേശ. അങ്ങനെ ഭഗവാനെ നമുക്ക് ഈ പാലാഴി മഥനത്തിലെ ധന്വന്തരി അവതാരം എന്ന ഭാഗം കൂടിയും സമർപ്പിക്കാം. അമൃതത്തിൻ്റെ കഥ നാളെയും കൂടെ തുടരുന്നുണ്ട്.